പ്രിയമുള്ളവരെ, ആരാധനാക്രമ വത്സരം നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഞായറാഴ്ചയെ സഭാപാരമ്പര്യത്തിൽ പേത്തുർത്ത ഞായർ എന്നാണ് വിളിക്കുക. പേത്തുർത്ത എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം തിരിഞ്ഞു നോക്കുക, പുറകോട്ട് നോക്കുക എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ, നാം മുമ്പോട്ട് തന്നെയുള്ള ഈ ഓട്ടത്തിനിടയിൽ നാളിതുവരെയും നാം ചെയ്ത പ്രവൃത്തികളെ വിലയിരുത്തുവാൻ, ആത്മശോധന ചെയ്യാൻ, തിരുത്താൻ സഭാമാതാവ് നമുക്ക് തരുന്ന അവസരമാണ് നോമ്പുകാലം എന്ന് സൂചിപ്പിക്കാനാണ് നോമ്പിൻ്റെ ആമുഖ ഞായറിനെ പേത്തുർത്ത ഞായർ എന്ന് വിളിക്കുന്നത്. ഈ ഞായറാഴ്ച സഭാമാതാവ് നമുക്ക് തരുന്നത് ഈശോയുടെ 3 പ്രലോഭനങ്ങളെക്കുറിച്ചാണ്. ദൈവപുത്രനായിരുന്നിട്ടും അവിടുന്ന് പ്രലോഭിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സത്യമാണ്. ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും മനുഷ്യരെ പോലെ പരീക്ഷിക്കപ്പെട്ടു, പക്ഷേ അവിടുന്ന് പാപത്തിൻ്റെ കെണിയിൽ വീണില്ല. പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും പാപത്തിൽ വീഴുക എന്ന് പറയുന്നതും അങ്ങേയറ്റം വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. നാം ഒരു പ്രലോഭനത്തോട് പോരാടി വിജയിച്ചു കഴിയുമ്പോൾ ആ പ്രലോഭനങ്ങൾ തന്നെ നമ്മുടെ പുണ്യവർദ്ധനയ്ക്ക് കാരണമായിത്തീരും. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ പറയും, ദൈവത്തിന് മനുഷ്യാത്മാവിനെക്കുറിച്ച് ഏറ്റവും അധികം സംപ്രീതി തോന്നുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, ഒരുവൻ പ്രലോഭനത്തെ തോൽപ്പിച്ചു കഴിയുമ്പോഴാണ്. ഒരുവൻ പ്രലോഭനത്തെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ആത്മബലത്തിലൂടെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ ആ വ്യക്തിയെ ദൈവം എല്ലാ വരങ്ങളും കൃപകളും കൊണ്ട് നിറയ്ക്കുന്നുവെന്ന് മാത്രമല്ല, സ്വർഗത്തിലെ മഹത്വത്തിൻ്റെ കിരീടം കൊണ്ട് അണിയിക്കുന്നു എന്നാണ് വിശുദ്ധൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഈശോയുടെ ദൈവീകതയ്ക്കെതിരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. വീണ്ടും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. ഈശോ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എന്തിനാണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായി. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സത്യമാണ്. അതായത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, കൗദാശിക വരപ്രസാദം കൊണ്ട് നിറഞ്ഞ്, പിതാവുമായുള്ള തൻ്റെ ഗാഢ ഐക്യത്തെ, സത്താപരമായ ഐക്യത്തെ ബോധ്യപ്പെട്ട നിമിഷത്തിലാണ് പിശാച് ഈശോയെ പ്രലോഭിപ്പിക്കുവാൻ വരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം പ്രലോഭകനായി അവൻ വരുന്നത് വിശുദ്ധരായ മനുഷ്യരെ തേടിയ, സദാസമയവും പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ കിടക്കുന്നവനെ പിശാച് പ്രലോഭിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലേ ഇല്ല. കാരണം എന്താണ്? അവൻ പിശാചിൻ്റെ അടിമയായി കഴിഞ്ഞവനാണ്. അവനെ ഇനി പ്രലോഭിപ്പിക്കേണ്ട കാര്യമില്ല. അവനെ പിശാച് കൽപ്പനകൾ കൊടുത്ത് നിയന്ത്രിച്ച് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിനെ പ്രലോഭിപ്പിക്കേണ്ടതാരെ, പാപത്തിലേക്ക് ക്ഷണിക്കേണ്ടതാരെ എന്ന് ചോദിച്ചാൽ, നന്മയുള്ള മനുഷ്യരെ, വിശുദ്ധരായവരെ, ദൈവകൃപയുടെ വഴിയിൽ നടക്കാൻ പരിശ്രമിക്കുന്നവരെ, അവരെയാണ് പിശാച് പ്രലോഭിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവകൃപയുടെ വഴിയെ നടക്കാൻ വിളിക്കപ്പെട്ടവർക്ക് കൂടുതൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്. നാം വിശുദ്ധമായി ജീവിക്കുവാൻ തീരുമാനമെടുത്തു കഴിയുമ്പോൾ പിശാച് നിരന്തരം പ്രലോഭനങ്ങളുമായി നമ്മുടെ പിന്നാലെ വരുന്നത് ആധ്യാത്മിക ജീവിതത്തെ ഗൗരവമായി എടുത്തിട്ടുള്ളവർക്ക് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോ പ്രലോഭനത്തിനായി വിധേയമാക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതും ധ്യാനിക്കേണ്ടതുമായ പാഠമാണ്. തുടർന്ന് ഈ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ നമുക്കറിയാം. പിശാച് ഒന്നൊന്നായി ഈശോയുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ കൊണ്ടുവരികയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ
പ്രലോഭനങ്ങളും മറ്റ് സമാന്തര സുവിശേഷങ്ങളിലെ പ്രലോഭനങ്ങളും തമ്മിൽ അവയുടെ ക്രമത്തിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. രണ്ടിടത്തും ഒന്നാമത്തെ പ്രലോഭനം ഈശോയ്ക്ക് വിശന്നപ്പോൾ കല്ലുകൾ അപ്പമാക്കി മാറ്റാൻ ഉള്ള പിശാചിൻ്റെ പ്രലോഭനമാണ് എന്ന് നമുക്കറിയാം. അതിനുശേഷം രണ്ടാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി മരുഭൂമിയിലെ സകല രാജ്യങ്ങളും കാണിച്ചു കൊടുക്കുന്നതാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ രണ്ടാം പ്രലോഭനം. എന്നാൽ ഇത് ഇതര സമാന്തര സുവിശേഷങ്ങളിൽ ഇത് മൂന്നാമത്തെ പ്രലോഭനമാണ്. ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതാണ് ലൂക്കാ സുവിശേഷത്തിലെ മൂന്നാം പ്രലോഭനം. ഈ പ്രലോഭനങ്ങളുടെ ക്രമം മാറ്റുന്നതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മൂന്ന് സംഭവങ്ങളും ഈശോയുടെ ജീവിതത്തിൽ നടന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഊഹിക്കാം, മൂന്ന് പ്രലോഭനങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അവയുടെ ക്രമം ഏത് എന്നുള്ളത് പ്രസക്തമായ വിഷയമല്ല. അല്ലെങ്കിൽ ഓരോ സുവിശേഷകന്മാരും തങ്ങളുടെ ദൈവശാസ്ത്ര പ്രത്യേകതകൾക്കനുസരിച്ച് ഇവയുടെ ക്രമം പുനർനിർണയിച്ചിട്ടുണ്ട് എന്ന് നിരൂപിക്കുന്നതിലും തെറ്റില്ല. ഏതാണെങ്കിലും ഈ മൂന്ന് പ്രലോഭനങ്ങളുടെ വെളിച്ചത്തിൽ പൈശാചികമായ പ്രലോഭനങ്ങളുടെ ചില പൊതു സ്വഭാവങ്ങളെ വിലയിരുത്താം എന്നാണ് ഞാൻ വിചാരിക്കുക. ഒന്നാമത്തെ പ്രലോഭനം, വിശന്നിരിക്കുന്ന ഈശോയെ പിശാച് പ്രലോഭിപ്പിക്കുകയാണ്. പിശാച് അവസരം കാത്തിരിക്കുന്നവനാണ്. നാം ഏത് മേഖലയിലാണ് ദുർബലനായിരിക്കുന്നത് എന്ന് അറിയാവുന്ന പിശാച് ആ മേഖലയിൽ നമ്മെ ആക്രമിക്കും, അടിച്ചു വീഴ്ത്തും എന്നത് സത്യമാണ്. കൃത്യം സമയം അവൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴടിച്ചാൽ ഇവൻ വീഴും എന്നുറപ്പുള്ള സമയത്ത് നമ്മുടെ ബലഹീനതയിൽ പിശാച് ശക്തമായി അടിക്കുകയും നമ്മെ വീഴിക്കുകയും ചെയ്യും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. പ്രിയമുള്ളവരെ, യുവജനങ്ങൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള ചോദ്യമാണ്, ദൈവപരിപാലന എന്ന് പറയുന്നത് ഒരു സങ്കല്പമായി മാറിയോ? നോക്കുക, കൂദാശ ജീവിതങ്ങൾ ഇനി എന്തിനാണ് ആവശ്യം? നമുക്ക് കുമ്പസാരിക്കണ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? കുർബാന കാണണമെങ്കിൽ TV കുർബാന കണ്ടാൽ പോരെ? ഇങ്ങനെ ചോദിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് പിശാചിൻ്റെ തന്ത്രമാണ്. പിശാചിനറിയാം ഈ സമയത്താണ് മനുഷ്യനെ കൗദാശിക ജീവിതത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റുന്നത് എന്ന്. വിശന്നിരിക്കുന്നവനെ അപ്പം കാണിച്ച് പ്രലോഭിപ്പിക്കുന്നത് പോലെ ദൈവപരിപാലനയെക്കുറിച്ച് സംശയങ്ങൾ മനസ്സിൽ ഉദിക്കുന്ന നാളുകളിൽ തന്നെ പിശാച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളത് സത്യമാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നു, പിശാച് ഈശോയോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ സ്വന്തമാണ്, നീ എന്നെ ആരാധിച്ചാൽ ഇത് നിനക്ക് തരാം. ശരിയാണ്, ഈ ലോകത്തിലെ മോഹിപ്പിക്കുന്ന പലതിൻ്റെയും പിന്നിൽ പൈശാചികതയുടെ സാന്നിധ്യമുണ്ട്. പിശാചിന് അവയുടെ മേൽ അവകാശമുണ്ട്. നീ എന്നെ ആരാധിച്ചാൽ അത് തരാം. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്, പിശാച് പറയുന്നതെല്ലാം നുണയായിട്ടല്ല, പിശാച് കുറേ സത്യത്തിൻ്റെ കൂടെ വലിയൊരു നുണ ഒളിപ്പിച്ചു വയ്ക്കും. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ഈ ലോകത്തിൻ്റെ മോഹിപ്പിക്കുന്ന സൗന്ദര്യങ്ങൾ, മോഹിപ്പിക്കുന്ന സന്തോഷങ്ങൾ, അവയൊക്കെയും പിശാചിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് എന്ന് അവൻ പറഞ്ഞത് ശരിയാണ്. അവനെ ആരാധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തരുമെന്ന് അവൻ പറയുമ്പോൾ നിൻ്റെ ജീവിതം നിത്യകാലത്തേക്ക് സന്തുഷ്ടമാകുമെന്ന് പിശാച് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായ പ്രസ്താവനയാണ്. അപ്പോൾ പിശാച് നോക്കുക, ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം അതാണ്. സഭയെ ആക്രമിക്കുന്നവരാകാം, കൂദാശകളെ അധിക്ഷേപിക്കുന്നവരാകാം. അവർ കുറേ വിശ്വസിക്കാൻ തക്ക വിധത്തിൽ അവിടെ ഇവിടെയും ചില സത്യത്തിൻ്റെ മേമ്പൊടികൾ ഇട്ടുകൊണ്ട് വലിയ നുണപ്രചാരണങ്ങൾ, അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതിന് നാം എത്രയോ വട്ടം സാക്ഷികളാണ്. സത്യത്തിൻ്റെ പൊടി ചേർത്തുകൊണ്ട് നുണയെ വിളമ്പുന്നത് പിശാചിൻ്റെ സ്വഭാവമാണ് എന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ വായിക്കുന്നു, പിശാച് ഈശോയോട് പറയുകയാണ്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം.
കുമ്പിട്ട് ആരാധിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു ചെറിയ കാര്യം ചെയ്താൽ പോരെ, നിനക്ക് കിട്ടാൻ പോകുന്നത് വലിയ നേട്ടം എന്നതാണ് പിശാച് പറയുന്നത്. പക്ഷേ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ദൈവത്തെ മറക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ് എന്ന സത്യം പിശാച് നമ്മിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുക. പാപത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ നാം പിശാചിൻ്റെ അടിമയായി നിത്യകാലം നമ്മുടെ ജീവിതം അപകടത്തിലാകുമെന്ന സത്യം അവൻ വെളിപ്പെടുത്തിയിട്ടില്ല. അവൻ ഈ താൽക്കാലിക സന്തോഷം മാത്രമേ പറയുന്നുള്ളൂ. പലപ്പോഴും താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടി മദ്യത്തിന്, മയക്കുമരുന്നിന്, അവിഹിത ബന്ധങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നവരുടെ ജീവിതം എന്നേക്കുമായി കൈവിട്ടു പോകുന്നത് അവർ തന്നെ അനുഭവിച്ചറിയുന്ന സത്യമല്ല. പിശാചിൻ്റെ ഈ തന്ത്രങ്ങളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നുകൂടി ഈശോ നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. ഒന്നാമതായി ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായി കൂദാശ സ്വീകരിച്ചു. മാമോദീസ എന്ന തിരുക്കർമ്മത്തിലൂടെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കൗദാശിക വരപ്രസാദത്തിൽ നിരന്തരം ജീവിക്കണം. പരിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ കൗദാശിക വരപ്രസാദമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ പിശാചിനെ പ്രതിരോധിക്കാൻ നമുക്ക് കരുത്തുണ്ടാകും. രണ്ടാമതായി ഈശോ എന്താണ്? പിശാചിന് മുമ്പിൽ ഈശോ തിരുവചനങ്ങളാണ് ഉദ്ധരിക്കുന്നത്. വചനം ഉദ്ധരിച്ചുകൊണ്ട്, തിരുവചനത്തെ ആഴത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ പിശാചിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഈശോ പരിത്യാഗത്തിൻ്റെ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ പിശാചിനെ വിജയിക്കാനാവില്ല എന്ന് ഈശോ പഠിപ്പിച്ച സത്യം ഓർക്കുക. അവസാനമായി നരകപിശാചിനെ തോൽപ്പിക്കുവാൻ ക്രിസ്തുവിൽ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്ന ഓരോ ആയുധവും നാം ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും കരങ്ങളിലും പാദങ്ങളിലും ശിരസിലും വഹിക്കുമ്പോൾ പിശാചിനെ തോൽപ്പിക്കാൻ നാം പര്യാപ്തമാകും. ഈ നോമ്പുകാലം പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ നാളുകളാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പോരാട്ടത്തിൽ വിജയിക്കുവാൻ പിശാചിനെ തോൽപ്പിച്ച കർത്താവ് നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന ആശംസയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ